ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1/2 കിലോ, മൈദപ്പൊടി 1 കപ്പ്, മുട്ട 2 എണ്ണം, മുളക് പൊടി 3 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി 1 ടീസ്പൂൺ. ഇവയാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 1/2 കിലോ ചിക്കൻ പീസ് എടുത്തിട്ട് നല്ല പോലെ കഴുകിയെടുക്കണം. എന്നിട്ട് ഇതിനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഈ 2 മുട്ടയെ നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിനെ ഞാൻ നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇടാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് ചിക്കൻ ഒന്ന് മസാല പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇതിനായിട്ട് ചിക്കനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ചിക്കനിലേക്ക് നല്ലപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ പോപ്കോൺ തയ്യാറാക്കാം. ഇതിനായിട്ട് ആദ്യം ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ടിലേക്ക് ഇതിനെ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ പീസിനെ എല്ലാ ഭാഗത്തേക്കും മൈദപ്പൊടി കൊണ്ട് കവർ ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു ചിക്കൻ പോപ്കോൺ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ പീസസിനെയും ഇതുപോലെ എടുത്തിട്ട് ആദ്യം മുട്ടയിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ മൈദപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കൻ പീസസിനെയും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസിനെയും ഞാൻ ഇതുപോലെ മൈദപ്പൊടിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ആദ്യം നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഈ പീസസിൻ്റെ പുറം ഭാഗത്തുള്ള മൈദപ്പൊടിയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞും പോവും. ചിക്കൻ ആണെങ്കിൽ വെന്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഇത് രണ്ട് സൈഡും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടെ ഇതിനെ തിരിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇപ്പോൾ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. ഇപ്പം ഞാൻ എല്ലാത്തിനെയും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസസിനെയും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പോപ്കോൺ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അതല്ല ഇനി സ്നാക്സ് ആയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും നമുക്കിതിനെ കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.